കോടതിയുടെ ഇടപെടൽ അത്തരത്തിലാണ്. എന്തായാലും 12 മണിക്ക് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഇക്കാര്യത്തിലുണ്ടാകുന്ന നീക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ജാമ്യം റദ്ദാക്കപ്പെടുമോ അതിനൊരു പക്ഷേ വിദൂരമായ സാധ്യതയാണ് ഉള്ളതെങ്കിൽ പോലും മറ്റ് നീക്കങ്ങൾ കോടതിയിൽ നിന്നുണ്ടാവാം. കൂടുതൽ കർശനമായ ജാമ്യ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചിരിക്കാം. അത് സാഹചര്യമാണ്. ഇന്ന് നാടകീയ നീക്കമാണ് കോടതിക്ക് മുന്നിൽ ഉണ്ടായത്. കാരണം ബോച്ചെ അനുകൂലികൾ സംഘടിച്ച് വലിയ ഷോ ക്കുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് കോടതി പെട്ടെന്ന് ഈ കേസ് പരിഗണിച്ചുകൊണ്ട് അടിയന്തര നീക്കങ്ങൾ ഉണ്ടാവുന്നത്. ഉടനെ തന്നെ അഭിഭാഷകരെത്തുന്നു, ജാമ്യ വ്യവസ്ഥകൾ പാലിക്കുന്നു, ബോച്ചെ പുറത്തിറങ്ങുന്നു. ഇതാണ് സാഹചര്യം കണ്ടത്. എന്തായാലും കോടതിയിൽ മറ്റു പരാതിക്കാരുടെ പുറത്തിറങ്ങാൻ കഴിയാത്തവരുടെ പരാതി കേൾക്കാനാണ് താൻ ചിലവഴിച്ചത് എന്നതാണ് ബോബി ചെമ്മണ്ണൂർ ഇന്ന് നടത്തിയ പ്രതികരണം. ഒരിക്കൽ കൂടി ബോബിയുടെ വാക്കുകളിലേക്ക്. പിടിച്ചിട്ടുള്ള കേസുകൾ ചെറിയ കേസുകളുണ്ട്, 10-26 കേസുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000-10000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം, അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നുള്ളൂ. ഇവിടെ കോടതി ലക്ഷ്യമല്ലല്ലോ, കടലാസ് ഇവിടെ കിട്ടിയത് നേരം വൈകി, ഇതിലാണ് കിട്ടിയതെന്നാ പറഞ്ഞത്. ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഹോട്ടലിൽ റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ ചെറിയ കേസുകളുണ്ട്, 10-26 കേസുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000-10000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം, അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നുള്ളൂ. വേറെ ഇവിടെ കോടതി ലക്ഷ്യമല്ലല്ലോ, കടലാസ് ഇവിടെ കിട്ടിയത് നേരം വൈകി, ഇന്നാണ് കിട്ടിയതെന്നാ പറഞ്ഞത്. യെസ്, അദ്ദേഹം കയ്യിലൊരു സഞ്ചിയൊക്കെയായി അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വാഹനത്തിൽ കയറിപ്പോവുകയാണ്. കിരൺ, ഒരുപക്ഷെ ഈ ജയിലിന് പുറത്തിറങ്ങിയ ശേഷം ബോബി ചെമ്മണ്ണൂർ നടത്തിയ ഒരു പരാമർശം അദ്ദേഹത്തിന് വിനയാവാനുള്ള സാധ്യതയില്ലേ? കാരണം താൻ അവരുടെ പരാതി കേൾക്കാനാണ് ജയിലിൽ തങ്ങിയത് എന്ന കാര്യം അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ തുറന്ന് സമ്മതിച്ചു. ഒരുപക്ഷെ അഭിഭാഷകർക്ക് കോടതി വാദിക്കാൻ കഴിയുന്ന ഒരു കാരണം രേഖകൾ ഹാജരാക്കാനും കഴിഞ്ഞില്ല, അല്ലെ ഉത്തരവ് എത്തിയില്ല, അതുകൊണ്ട് ആണ് ബോധപൂർവം വൈകിയതല്ല എന്ന വാദമായിരിക്കും ഒരുപക്ഷെ കോടതിയിൽ ഉന്നയിക്കാനിരുന്നത്. അവിടെയാണ് ഈ ബോബി ചെമ്മണ്ണൂർ തന്നെ നടത്തിയ പരാമർശം അദ്ദേഹത്തിന് ഒരുപക്ഷെ തിരിച്ചടിയാവാൻ സാധ്യത. എങ്ങനെ കാണണം 12 മണിക്ക് കോടതി ഇത് പരിഗണിക്കുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം? സജിത്തെ, കേസിന്റെ കാര്യത്തിൽ എന്ന പോലെ ഈ കേസിന്റെ വിഷയത്തിലും ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണങ്ങൾ തന്നെയാണ്, അദ്ദേഹത്തിന്റെ നാക്ക് തന്നെയാണ് അദ്ദേഹത്തെ ഇവിടെയും കുഴയ്ക്കാൻ പോകുന്നത്. ഈ വിഷയം രാവിലെ കോടതി അദ്ദേഹത്തിന്റെ അഭിഭാഷകനെ കോടതിയിലേക്ക് വിളിപ്പിച്ചപ്പോൾ തന്നെ ഇതിലെ അപകടം അഭിഭാഷകൻ തിരിച്ചറിഞ്ഞിരുന്നു. അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം ബോബി ചെമ്മണ്ണൂരിനെ പോലെയല്ല, അവർക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നല്ല അവബോധമുള്ള ആളാണ്. കേസെടുത്തതെന്ന് കരുതി ഇത്തരം കോടതി എന്തിനാണ് ഈ സമയത്ത് വിളിപ്പിച്ചാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ചൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് അഭിഭാഷകൻ വളരെ വേഗത്തിൽ തന്നെ ഇന്നലെ പേപ്പർ കിട്ടാഞ്ഞതുകൊണ്ട്, രേഖകൾ ശരിയാക്കാൻ കഴിയാഞ്ഞതുകൊണ്ടാണ് സ്വാഭാവികമായും അങ്ങനെ പലർക്കും സംഭവിക്കുന്ന ഒന്നാണ്. കോടതി ജാമ്യം അനുവദിച്ച അന്നത്തെ ദിവസം തന്നെ പുറത്തിറങ്ങാൻ വേണ്ടി ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഓടി നടന്നാണ് പലപ്പോഴും അവരെ പുറത്തിറക്കുന്നത്. ചിലർക്ക് അങ്ങനെ കഴിയാറില്ല. ചിലപ്പോൾ ആ ദിവസം എല്ലാ പേപ്പറുകളും ജാമ്യ വ്യവസ്ഥ ഉണ്ടെങ്കിൽ ആ ജാമ്യ വ്യവസ്ഥ അനുസരിച്ച് തുക കെട്ടിവെക്കണം, അതിന്റെ രേഖകൾ സമർപ്പിക്കണം. ആൾജാമ്യം വേണമെങ്കിൽ അത്തരം നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ രേഖകളെല്ലാം കൊണ്ടുവന്ന് ജയിലിൽ നിന്ന് വൈകുന്നേരം 7 മണിക്കുപ്പുറം ജയിലിൽ അത് എത്തിക്കണം. ജയിലിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുകൊണ്ട് പുറത്തിറക്കുന്നതിന് അങ്ങനെയൊക്കെ പലതരത്തിലുള്ള കാലതാമസമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അങ്ങനെ കാലതാമസം ഉണ്ടായതിനെ മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കാനാണ് ശ്രമിക്കുന്നത്. പലർക്കും ജാമ്യം കിട്ടിയ ശേഷം ജാമ്യവ്യവസ്ഥ പാലിക്കാൻ കഴിയാത്തതിനാൽ, അല്ലെങ്കിൽ പണം അടയ്ക്കാൻ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരുമില്ലാത്തത് കാരണം ജയിലിൽ തന്നെ തുടരേണ്ടി വരുന്ന ആളുകളുണ്ട്. അതിൽ അങ്ങനെ ശരിയായ രീതിയിൽ തന്നെ അങ്ങനെ ഒരു തരത്തിലും സഹായിക്കാൻ ഗതിയില്ലാതെ സാമ്പത്തികമായി പിന്നാക്കാവസ്ഥ നിൽക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവം തിരിച്ചറിഞ്ഞ് ബന്ധുക്കളോ നാട്ടുകാരോ സഹായിക്കാത്ത ആളുകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ അങ്ങനെയൊക്കെ
ഒക്കെ ഉണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ തന്റെ മുന്നിൽ വന്നെന്നും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയാണ് താൻ ഒരു ദിവസം കൂടി ജയിൽ കഴിയുന്നതെന്നും ഇന്ന് ബോബി ചെമ്മണ്ണൂർ ഇത് പറയുന്നെങ്കിൽ ഇന്നലെ തന്നെ ഈ സന്ദേശം വളരെ കൃത്യമായി ജയിലിൽ നിന്ന് പുറത്തു പോവുകയും ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ പെയ്ഡായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ സമൂഹ മാധ്യമ ഹാൻഡിലുകൾ വഴി ഇത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. ജയിലിൽ നിന്ന് എന്താണോ ഇയാൾ ആഗ്രഹിക്കുന്ന ആ സന്ദേശം കൃത്യമായി പുറത്തെത്തിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള സംവിധാനം അദ്ദേഹത്തിന് ജയിൽ കിടക്കുമ്പോഴും ഉണ്ടായിരുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. സിസ്റ്റത്തിന്റെ മറ്റൊരു ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ്. എന്തായാലും അത് ബോബി ചെമ്മണ്ണൂർ ഇന്ന് രാവിലെ ചിലപ്പോൾ അറിയുന്നുണ്ടാകുന്നില്ല. അദ്ദേഹത്തിന്റെ അഭിഭാഷകനെ വളരെ വേഗത്തിൽ കോടതിയിലേക്ക് വിളിപ്പിച്ചു എന്നുള്ള വിവരം. ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങി വന്ന് പ്രതികരണത്തിന് തൊട്ടു പിന്നാലെ ആദ്യം ഒരു 2 വരി പ്രതികരണം കഴിഞ്ഞാൽ പിന്നീട് ഒന്നും ബോബി ചെമ്മണ്ണൂർ പ്രതികരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ചെവിയിൽ മറ്റെന്തോ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളുകൾ. അതിനുശേഷം പ്രതികരണമൊന്നുമില്ലാതെ വളരെ വേഗത്തിൽ പോകുന്ന ആളാണ്. സ്വാഭാവികമായും നമുക്കറിയാം വളരെ നാടകീയമായ പ്രതികരണങ്ങൾക്കും നാടകീയമായ കുറെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അതൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണമെന്നുള്ള മട്ടിലൊക്കെ ആവും ബോബി ചെമ്മണ്ണൂർ വന്നത്. പക്ഷെ അതിനൊന്നും അവസരം നൽകാതെ പെട്ടെന്ന് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ കോടതിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു കോടതി വടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് സഹായി അല്ലെങ്കിൽ കൂടെ വന്നയാൾ അറിയിച്ചതിനെ തുടർന്നാവാൻ പ്രധാനമായും സാധ്യതയുള്ളൂ. പക്ഷെ അയാൾ അറിയിക്കുന്നതിന് മുമ്പ് തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ നാവിൽ നിന്ന് ഇത് വീണ് കഴിഞ്ഞിരിക്കുന്നു. കോടതിയിലേക്ക് ഇന്ന് എന്ത് മറുപടി നൽകിയാലും ചിലപ്പോൾ സ്വാഭാവികമായും കോടതിയെ ചുടിപ്പിക്കുന്ന ഒരു മറുപടി തന്നെയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ 10-26 പേർ എന്നോട് പരാതി പറഞ്ഞു. അതുകൊണ്ട് ആ പരാതിയെല്ലാം പരിഹരിക്കാൻ വേണ്ടിയാണ് താൻ അവിടെ നിന്നത് എന്ന മട്ടിലേക്കുള്ള പ്രതികരണമൊക്കെ. പക്ഷേ കോടതിയിൽ സ്വാഭാവികമായും കോടതി ഈ പുറത്ത് നടത്തിയ പ്രതികരണത്തേക്കാൾ അപ്പുറത്തേക്ക് അഭിഭാഷകൻ ഏത് തരത്തിലാണോ മറുപടി നൽകുന്നത് ആ മറുപടിയാണ് കൂടുതൽ പരിഗണിക്കാനുള്ള സാധ്യതയുള്ളൂ. ഇതെല്ലാം സാധ്യത മാത്രമാണ്. കോടതിയുടെ അധികാരപരിധിയിലാണ്. അവർക്ക് ഇങ്ങനെയൊക്കെ മറുപടി നൽകിയാൽ പോലും ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണം പ്രകോപനപരമാണ്, നിയമത്തെ വെല്ലുവിളിക്കലാണ്, അല്ലെങ്കിൽ നിയമത്തെ കോക്കറി കാണിക്കലാണ് എന്നൊക്കെ തോന്നിയാൽ മറിച്ചുള്ള തീരുമാനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ എങ്ങനെ പറഞ്ഞാലും ഇതിലെ നിയമവശത്തിനപ്പുറത്തേക്ക് ഇത് കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായ ഒരു സന്ദേശമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കോടതി വളരെ കൃത്യമായി തന്നെ പറയുകയാണ്, സമൂഹത്തെ എന്ത് വൃത്തികേട് കാണിച്ചുകൊണ്ടും ഏത് തരത്തിലും സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സമൂഹത്തിന് മുന്നിൽ എന്ത് കോമാളിത്തരം കാണിച്ചാലും വേണ്ടിയില്ല, സമൂഹത്തിൽ പ്രധാനപ്പെട്ട ആളായി നിൽക്കാം, അതിനെ പിന്തുണയ്ക്കാൻ കുറെ ആളുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പണം കയ്യിലുണ്ടെങ്കിൽ കുറെ ആളുകളെ വെച്ചിട്ട് തന്നെ പിന്തുണ നേടിയെടുക്കാം എന്നൊക്കെ കഴിയുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ധരിച്ചു വശായി നിൽക്കുന്ന കുറെ മനുഷ്യരെങ്കിലും എല്ലാ കാലത്തും സമൂഹത്തിലുണ്ട്. അത്തരത്തിൽ ഉള്ള ആളുകൾക്കെല്ലാം കൂടി കോടതി ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. എന്തായാലും 12 മണിവരെ ഇനി എന്തെല്ലാം ആയാലും ബോബി ചെമ്മണ്ണൂർ എങ്ങനെയാണോ രാവിലെ വരെ വലിയ ആത്മവിശ്വാസത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്നലെ രാത്രിയിലൊക്കെ വലിയ പ്രചരണമൊക്കെ നടത്തി മറ്റുള്ള സഹതടവുകാരുടെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന വലിയ പോരാളിയുടെ പ്രതിച്ഛായൊക്കെ നേടാൻ വേണ്ടി ബോബി ചെമ്മണ്ണൂർ ശ്രമിച്ചത്, കോടതി രാവിലെ അഭിഭാഷകനെ വിളിച്ചിട്ട് തൊട്ടു പിന്നാലെ സർവ്വ നാടകങ്ങളും നിർത്തി ചടപെടെ എന്ന് പറയുന്നത് പോലെ ഓടി വന്ന് രേഖയും കൊടുത്ത് അദ്ദേഹത്തെ പുറത്തിറക്കി. എങ്ങനെയാണോ പുറത്തിറങ്ങി ഓടി രക്ഷപ്പെട്ട് നിൽക്കുന്നത്, അവർക്ക് 12 മണിവരെ പൂർണ്ണമായും നെഞ്ചെടുപ്പ് വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്താവും തന്റെ ഭാവി എന്നതിനെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന, മനസമാധാനം കെടുത്തുന്ന ഒരു തീരുമാനം തന്നെയാണ് എന്തായാലും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് ഈ നിയമവശത്തിനപ്പുറത്തേക്ക് വളരെ പോസിറ്റീവായ ഒരു സന്ദേശം സാധാരണ മനുഷ്യർക്ക്, അന്തസ്സുള്ള മനുഷ്യർക്ക്, മാന്യമായി ജീവിക്കുന്ന മനുഷ്യർക്ക് നൽകുന്നുണ്ട് എന്ന് വളരെ ആശ്വാസപ്രദവുമാണ്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഈ വിഷയത്തിൽ കോടതിയുടെ പരാമർശങ്ങൾ ശ്രദ്ധേയമാണ്. എന്ത് സംഭവിക്കും 12-ന് കേസ് പരിഗണിക്കുമ്പോൾ, വീണ്ടും കോടതി പരിഗണിക്കുമ്പോൾ എന്നതാണ്